ഇനി മുന്നോട്ട് ഞാൻ എങ്ങനെ ജീവിക്കും? ശരിക്കും നാട്ടിലെല്ലാം നടക്കാൻ പറ്റാത്ത അവസ്ഥ, ഫുള്ളായിട്ട് തളർന്ന്. ഞാനെല്ലാം അവനോട് തുറന്ന് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞു, എൻ്റെ ചെറിയ വീട്, എനിക്ക് സഹായിക്കാൻ ആരൊന്നുമില്ല. ഉപ്പ പണിക്കോ ഞാൻ പണിക്ക് പോയിട്ട് തന്നെ കുടുംബം നോക്കേണ്ടത്, വേറെ ആരുമില്ല. ഇത് എല്ലാം കാരണം എനിക്ക് എൻ്റെ ഉമ്മാനെ നഷ്ടപ്പെട്ട്. ഉമ്മ മാനസികമായിട്ട് തളർന്നിട്ട് ICUലെല്ലാം ആയിട്ട് അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഉമ്മാനെ നഷ്ടപ്പെട്ടത്. ഒരു പെണ്ണിന് ഇങ്ങനത്തെ ഒരവസ്ഥ ഒരു ആണ് കാരണം ഉണ്ടാകാൻ പാടില്ല. ആദ്യമേ പറയണം ഇഷ്ടമില്ലെങ്കിൽ, സൗന്ദര്യമില്ല, എനിക്ക് നിന്നെ പ്രണയിക്കാൻ കഴിയില്ല, അങ്ങനെ ആദ്യമാണ് ചിന്തിക്കേണ്ടത്. അല്ല, ഒരു പ്രണയം കാരണം ജീവിതം തന്നെ തകർന്നുപോയ ഒരു യുവതിയാണ് പബ്ലിക് കേരളയുടെ ഓഫീസിൽ സങ്കടക്കടലുമായി എത്തിയത്. എൻ്റെ പ്രണയം കാരണം എനിക്കെൻ്റെ ഉമ്മയെ നഷ്ടമായി. എൻ്റെ സഹോദരിയുടെ ജീവിതം തന്നെ തകർന്നു. ഞാനിപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ്. അങ്ങനെ അവളുടെ വേദനിപ്പിക്കുന്ന കഥകൾ ഞങ്ങളുമായി പങ്കുവെച്ചപ്പോൾ ഇനി ഒരു പെൺകുട്ടിക്കും ഈ ഒരു അവസ്ഥ വരരുതെന്ന് അവളോടൊപ്പം ഞങ്ങളും തീരുമാനിച്ചു. 2017 കാസർഗോഡ് പടുവടുക്കയിലെ സാബിത്തുമായി മംഗൽപാടി പഞ്ചായത്തിലെ യുവതി പ്രണയത്തിലാകുന്നത്. സാബിത്ത് തന്നോട് ഇങ്ങോട്ട് ഇഷ്ടം പറയുകയായിരുന്നു. ആദ്യം യുവതി എതിർത്തെങ്കിലും സാബിത്തിന്റെ ആത്മാർത്ഥമായ പ്രണയത്തിനു മുന്നിൽ തന്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ സാബിത്തിനോട് സമ്മതം മൂളുകയായിരുന്നു. തുടർന്ന് സാബിത്തിന്റെ സഹോദരിയും തങ്ങളുടെ ബന്ധത്തിന് അനുകൂലമായി നിന്നു. സാബിത്തിനെ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പായപ്പോൾ സാബിത്തിന്റെ കൂടെ പലയിടങ്ങളിൽ പോവുകയും 2 വർഷം ഈ ബന്ധം തുടരുകയും ചെയ്തു. പെട്ടെന്നൊരു നിമിഷമാണ് തന്നോട് പറയാതെ സാബിത്ത് ഗൾഫിലേക്ക് പോകുന്നത്. തുടർന്ന് സംഭവങ്ങളുടെ ഗതി തന്നെ മാറി. സാബിത്തിന്റെ മാതാവിന് തന്നെ ഇഷ്ടമല്ല എന്നും തനിക്ക് സൗന്ദര്യമില്ല എന്നും താൻ ദരിദ്ര കുടുംബത്തിൽ നിന്നാണെന്നും ആങ്ങളമാരില്ലെന്നും അതിനാൽ മകനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കില്ല എന്നും മാതാവ് പറഞ്ഞതായി യുവതി പബ്ലിക് കേരളയോട് പറഞ്ഞു. തുടർന്ന് സാബിത്ത് പിന്മാറിയതിനു ശേഷം സാബിത്തിനെതിരെ കുമ്പള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും സാബിത്തിനെതിരെ ബലാത്സംഗ കുറ്റത്തിന് FIR തയ്യാറാക്കുകയും ചെയ്തു. 3 കൊല്ലത്തെ പ്രണയാന് പിന്നെ ഫസ്റ്റ് ആക്സെപ്റ്റ് ആക്കിയിട്ടാ. പിന്നെ ഓൻ എൻ്റെ ഉപ്പാടെല്ലാം പറഞ്ഞ് സമ്മതിച്ച്. പിന്നെ ഉപ്പ പറഞ്ഞു, നിന്റെ ഫാമിലി ഓക്കെ ആക്കണം എല്ലാ കാര്യവും. അപ്പോൾ ഓനെല്ലാം ആയി. എൻ്റെ അനിയത്തിനെ കൊണ്ട് വിളിപ്പിച്ച് പിന്നെ ഓളും ചെല്ലി. ഞങ്ങൾക്ക് സമ്മതം തന്നെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഓരോ മാറ്റർ ഞാൻ ഉമ്മാടെല്ലാം പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പോയി, അത്ര സിൻസിയറായിട്ട് പോയി. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓളമംഗലം കഴിഞ്ഞിട്ടാകുമ്പോൾ എൻ്റെ ഉമ്മ വന്നിട്ട് കുറേ ഭീഷണിപ്പെടുത്തി. ഒരിക്കലും എൻ്റെ മോനിക്ക് ചേർന്ന പെണ്ണല്ല നീ എന്ത് പാങ്ങുമില്ല, പൈസ ആവില്ല, ബ്രദേഴ്സൊന്നും ഇല്ല, അങ്ങനെ കുറേ കാരണം പറഞ്ഞു. എന്നിട്ട് ആ മോന് ഇല്ല എനിക്ക് നിന്നെ ഓളെ വേണം അങ്ങനെല്ലാം പറഞ്ഞ്. ലാസ്റ്റ് അങ്ങനെ ഓൻ്റെ ഉള്ള വിശ്വാസം, അത്ര വിശ്വാസം ഉണ്ട്. അതിനോണ്ട് ഓന് വിളിച്ച പല സ്ഥലത്തേക്ക് ഞാൻ പോയി. എൻ്റെ വീട്ടുകാരറിഞ്ഞിട്ട് തന്നെ വീട്ടിലേക്കെല്ലാം ഓന് വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് പിന്നെയാണ് പ്രശ്നങ്ങൾ ഓരോന്നായി തുടങ്ങാൻ കഴിഞ്ഞത്. ഓൻ്റെ ഉമ്മ പയ്യക്കും പ്രശ്നമാക്കി. അപ്പോൾ ഓൻ പറഞ്ഞു, രജിസ്റ്റർ മാരേജ് ആക്കാം, എനിക്ക് നീ ഇല്ലാതെ പറ്റാല അങ്ങനെ പറഞ്ഞു. പിന്നീട് ഓൻ്റെ മാറ്റർ പറയാൻ ഞാൻ വിദ്യാനഗറിലേക്ക് വന്ന്. എന്നിട്ടാകുമ്പോൾ ഓൻ്റെ ഉമ്മാൻ്റെ ആങ്ങളിനെ ഓർ തച്ച് ഓൻ്റെ ഉപ്പ. പിന്നെ അവിടെ രാഷ്ട്രീയം അവരെ സ്വാധീനം കൊണ്ട് അത് ഓറ് ജയിച്ച് പിന്നെ പോയി. എന്നിട്ട് അതിൽ കുറച്ച് ദിവസം കോണ്ടാക്ട് ഉണ്ടായിട്ട് ഓനായിട്ട്. പിന്നെ ഓന് വീണ്ടും വന്ന് എൻ്റെ ലൈഫിലേക്ക്. അപ്പോൾ പറഞ്ഞു, നമുക്ക് നീ ഇല്ലാതെ പറ്റാല്ല, നമ്മൾ എങ്ങനെയെങ്കിലും എവിടെങ്കിലും പോയിട്ട് ജീവിക്കാം. എൻ്റെ ഉമ്മ പറഞ്ഞു, എനിക്ക് എൻ്റെ പണിയെല്ലാം പോയിച്ച് ഞാൻ മാത്രം ഉണ്ടായത്. ഇപ്പം ആങ്ങളമാരില്ലാത്തതുകൊണ്ട് എനിക്ക് കുടുംബം നോക്കേണ്ടി വന്നു. കുറച്ച് കഷ്ടത്തിൽ തന്നെ കണ്ടത്. പിന്നെ അവിടുന്ന് എൻ്റെ പണിയെല്ലാം പോയിപ്പിച്ച് മാനേജർക്കെല്ലാം വിളിച്ചിട്ട് ഓൾ അങ്ങനത്തെ പെണ്ണ് അങ്ങനെല്ലാം പറഞ്ഞു. എന്നിട്ട് ഓന് പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി നിന്നെ അക്സെപ്റ്റ് ആക്കാൻ കഴിയല്ല, എൻ്റെ ഉമ്മാക്ക് നിന്നെ ഇഷ്ടമില്ല എന്നെല്ലാം പറഞ്ഞു. ലാസ്റ്റ് വഴി ഞാൻ നോക്കി ഇങ്ങനെല്ലാം ചെയ്തിട്ട് അവിടെല്ലാം കൊണ്ടുപോയിട്ടു. ഇപ്പോൾ ഓനില്ലാത്ത കഴിയല്ല. കാരണം ഓന് കാരണം പ്രശ്നം എല്ലായിടത്തും അറിഞ്ഞു. എൻ്റെ നാട്ടിലാണെങ്കിലും എല്ലായിടത്തും എൻ്റെ ഫാമിലി ആണെങ്കിൽ ഇപ്പോൾ എന്നോട് ഫാമിലിയിലത്തെ കുറേ ആൾ പോലും മിണ്ടാൻ പോലും ഇല്ല, നീ ഇങ്ങനെ ആക്കി പോയി അങ്ങനെയെല്ലാം പറഞ്ഞിട്ട്. ഇപ്പോൾ ഓനാണെങ്കിൽ നാളെ മംഗലാവും പോകുന്നു. അപ്പോൾ ഇതിന് എനിക്ക് ഇനി ഒരു കാര്യമില്ല, എനിക്ക് നഷ്ടം തന്നെ ഓന് കാരണമുണ്ട്. എൻ്റെ ഏട്ടത്തിൻ്റെ ജീവിതവും എൻ്റെ പൊരക്കാരുടെ ജീവിതം, എനിക്ക് എൻ്റെ ഉമ്മാനെ പോലും ഓന് കാരണം നഷ്ടപ്പെട്ട്. ഉപ്പ പിന്നെ കുറച്ച് ഇപ്പോൾ റിക്കവറായിട്ട് വന്നു ഈ മാറ്ററിൽ. ഉപ്പാക്കും കഴിയാത്ത തന്നെ
എന്നിട്ട് ഓനക്ക് ഞാൻ അവനോട് പറഞ്ഞു നമ്മ എന്തിങ്ങനെ എന്നെ വിട്ടിട്ട് പോകണ്ട, ഞാൻ കുറേ പറഞ്ഞു. ഓനല്ലേ ഞങ്ങൾക്ക് എൻ്റെ ഉമ്മാൻ്റെ ഒരു വലുത് അങ്ങനെയായിട്ട് കുറേ ഇതാക്കി. പിന്നെ ഞാൻ ഓനോട് കോണ്ടാക്ട് ആക്കുമ്പോൾ ഒരു ഏട്ടത്തിൻ്റെ ഇടയിലെല്ലാം പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരു ഏട്ടത്തിൻ്റെ ജീവിതം ഒരു തകർത്ത്. എന്തായാലും ഇപ്പോൾ ഓർ നോക്കേണ്ടത് എൻ്റെ ചുമതലയായിട്ട് വന്നു. കാരണം അവർക്ക് കുറേ പ്രശ്നമായി, എൻ്റെ ഫാമിലിക്കാണെങ്കിലും എല്ലാവർക്കും. ഇപ്പം എനിക്ക് വലിയ വേറെ പ്രപ്പോസിൻ്റെ എന്ത് വരുന്നില്ല. കാരണം ഇങ്ങനത്തെ ഒരു മാറ്റർ ആകുമ്പോൾ ആർക്കും ഒരു ഇതാവല. എൻ്റെ ലൈഫ് ഓൻ വെച്ചിട്ട് കളിച്ചു തന്നെ. അല്ലെങ്കിൽ ഇപ്പോൾ ഓന് വേറെ മംഗളത്തിന് സമ്മതിക്കല. ഞാൻ എന്തായാലും ഇപ്പോൾ ഇനി എനിക്ക് വന്ന അവസ്ഥ ഏതൊരു പെണ്ണിന് വരാൻ കഴിയല. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് പബ്ലിക് കേരളയുടെ ഓഫീസിൽ ദിവസവും എത്തുന്നത്. ഏറെ സങ്കടപ്പെടുത്തുന്ന കഥകൾ തന്നെയാണ് ഓരോരുത്തർക്കും ഞങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളതും. അക്കൂട്ടത്തിൽ ഏറെ വേദനിപ്പിക്കുന്ന സംഭവമാണ് മംഗൽപാടിയിലെ ഈ യുവതിയുടേത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.